ഹായ് ബഡീസ്, എല്ലാവർക്കും നമസ്കാരം. RK42 നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബിരിയാണി വീഡിയോ ഉണ്ടോ? വേറൊന്നുമില്ല, നമുക്ക് കുറഞ്ഞ പ്രൈസിൽ നമുക്ക് നല്ല സൂപ്പർ ബിരിയാണി കിട്ടുന്ന സ്ഥലം നമ്മുടെ പറൂരുണ്ട്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കി പിടിച്ചേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനും കൃഷ്ണനോട് നൈസായിട്ട് അങ്ങനെ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് നമ്മൾ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാണാം, വഴിയിൽ ചെല്ലുമ്പോൾ തന്നെ കാണാം ആൾ ബിരിയാണിയുടെ ബോർഡൊക്കെ വെച്ചാൽ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് വൈകിയായിരുന്നു, 2 മണി 2:30 ഞങ്ങളുടെ ചെല്ലണ സമയത്ത്. പക്ഷേ ആ സമയത്ത് നല്ല തിരക്കുണ്ടായിട്ട്, കാരണം ആളൊരു 10:30 ആകുമ്പോഴേക്കും തുടങ്ങണമാണ് പരിപാടി. അപ്പോഴത്തേക്കും ബിരിയാണി കാര്യങ്ങളൊക്കെ ആവും. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചെന്ന് വണ്ടി എത്തിയാൽ കൃഷ്ണമണി ചാടി ഇറങ്ങി. കൃഷ്ണമണി ഭയങ്കര ബിരിയാണി പ്രിയനാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണമണിക്ക് ബിരിയാണി. ഞാൻ നൈസായിട്ട് ബോർഡിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പുള്ളിയുടെ ബോർഡ് അധികം ബോർഡ് കാര്യങ്ങൾ ആകെ 2 ബോർഡ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എഴുതിയിട്ടുണ്ട് മാഞ്ഞാലി ബിരിയാണി 100 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആളുടെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്, പബ്ലിക് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്ന് ആൾക്കാരുണ്ട്. ആൾ അത്യാവശ്യം തിരക്കിലുമാണ്. എനിക്ക് തോന്നുന്നത് ബിരിയാണിയൊക്കെ ഏകദേശം കഴിയാറായി എന്നാണ് തോന്നണേ. ആൾ ഇത് ചെയ്യണത് വേറെ കടയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ആളുടെ വീട്ടിൽ തന്നെ, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആൾ പ്രത്യേകം താമസിക്കുന്നത്. ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെയ്യണത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചാനലിൽ നിന്നാണ് അങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ്. എന്നാൽ പറഞ്ഞത്തിന് ആൾ നമ്മൾക്ക് ചെമ്പൊക്കെ തുറന്ന് കാണിച്ചു തന്നിട്ടാ. ചെമ്പ് തുറന്നു വെച്ചാൽ ഏകദേശം ഓൾമോസ്റ്റ് ബിരിയാണിയൊക്കെ ഫിനിഷ് ആവാറായി. അത്യാവശ്യമുണ്ട്, നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ബിരിയാണി, നല്ല സ്മെല്ല് എന്തായാലും കിട്ടാൻ പറ്റി. നമുക്ക് കിട്ടിയ നല്ല സൂപ്പർ സ്മെല്ലായിരുന്നു. അത് ചിക്കനൊക്കെ ഏകദേശം ഒരു ഉരുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തേലാണ് ഇത്രയുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല സൂപ്പർ സാധനം, കണ്ടാൽ തന്നെ അറിയാം. തുറക്കുമ്പോൾ തന്നെ ഒരു കിട്ടില്ല സ്മെല്ലാണ്. ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമായുണ്ട്. ഈ സ്മെല്ലൊക്കെ കിട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടി അറിയണമല്ലോ. ടേസ്റ്റും അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ അറിയണം. എന്താ ഞങ്ങൾ എന്തായാലും ഒരു ബിരിയാണി വാങ്ങിക്കാൻ തീരുമാനം. പറഞ്ഞപ്പോൾ തന്നെ ആൾ ബിരിയാണി എടുത്ത് ചിക്കനൊക്കെ എടുത്ത് തന്ന്, റൈസൊക്കെ അതേ തന്നെ എടുത്ത് തന്ന്. ആൾ മാത്രമല്ല, 2 ആൾ കൂടി ഉണ്ട്. കാരണം ആളാണ് ബിരിയാണി എല്ലാം വെക്കണത്. ആളെ സഹായിക്കാനായിട്ട് 2 പേരും കൂടി ഉണ്ട്. പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ 2 പേരും കൂടി ഉണ്ട്. 3 പേരും കൂടിയാണ് കാര്യങ്ങൾ ചെയ്യണത്. പക്ഷേ ഇക്കയാണ് ബിരിയാണിയൊക്കെ വെക്കേണ്ടത്. ഇക്കയുടെ പേര് സലാം എന്നാണ്. ആൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. ഹോട്ടലൊക്കെ നടത്തി അങ്ങനെയുള്ള പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ബിരിയാണി എടുക്കുന്ന സമയത്ത് ആളോട് വിശേഷങ്ങൾ ചോദിച്ച്. അപ്പോൾ ആൾ പറഞ്ഞത് ഒരു ബിരിയാണി അല്ല 1000 ബിരിയാണി ആയാലും നമ്മുടെ ബിരിയാണി റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് എത്ര ബിരിയാണി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരും. ഒരു ബിരിയാണിക്ക് 100 രൂപ, അതാണ് പുള്ളിയുടെ റേറ്റ്. അതിപ്പോൾ നേരത്തെ ഓർഡർ കൊടുത്താൽ മതി, ആൾ ചെയ്ത് തരും. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ എടുത്ത് ഉണ്ണിക്കൂട്ടം നമ്മുടെ ടീഷർട്ട് കണ്ട RK42 നമ്മുടെ ടീഷർട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടപ്പനാട് ബിരിയാണിയൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് പോകുന്നു. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി, അത് 130 രൂപയായിരുന്നു കേട്ടോ ബിരിയാണിക്ക് നമുക്ക്. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് നോക്കാം, രണ്ടിൻ്റെ വ്യത്യാസം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ബിരിയാണി വാങ്ങിച്ചത് 130 രൂപയുടെ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാത്രം വെച്ച്. ഈ റബ്ബർ ബാൻഡ് ഇട്ട ബിരിയാണി നമ്മുടെ സലാമിക്കയുടെ ബിരിയാണിയാണ്. ഈ 2 ബിരിയാണിയുടെ വ്യത്യാസം നമുക്ക് നോക്കാൻ വേണ്ടി. 2 മാഞ്ഞാലി ബിരിയാണി തന്നെയാണ്. പക്ഷേ അത് നമ്മൾ മറ്റേ തുറക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിനകത്ത് എന്തോ ഒരു ക്വാണ്ടിറ്റി കുറവല്ല. കാരണം ചിക്കൻ മേൽക്കാണ് എന്തോ ക്വാണ്ടിറ്റി കുറവ് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ സലാമിക്കയുടെ ബിരിയാണി. ഇത് നമ്മൾ തുറന്ന് വെച്ചപ്പത്തിന് നമുക്ക് അതിൻ്റെ ഇത് പിടിയിട്ട് സാധനം അത് 100 രൂപയുടെ ബിരിയാണി, ഇത് 100 രൂപയുടെ ബിരിയാണി. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ വ്യത്യാസം. ഇതൊരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഈ ബിരിയാണി. അപ്പോൾ അത് ഞങ്ങൾ ഒരു പ്ലേറ്റിലിട്ട് ഗ്രേവിയൊക്കെ ഉണ്ട് അതിനകത്തും. ഗ്രേവി കാര്യമാണ്. എന്നാലും എനിക്ക് തുറന്ന സമയത്തേ നമുക്ക് ആ സ്മെല്ലൊന്നും കിട്ടില്ല. അത് ബിരിയാണിയുടേതായ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, അത് നമുക്ക് എന്തായാലും കിട്ടിയില്ല. ഇത് നമ്മുടെ സലാമിക്കയുടെ ബിരിയാണി. സലാമിക്കയുടെ ബിരിയാണി ഞാൻ നൈസായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇപ്പം തന്നെ നിങ്ങൾ തന്നെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും രണ്ടിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസം അല്ലേ, നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സ്മെല്ലിൽ നല്ല വ്യത്യാസം. ടേസ്റ്റ് നമുക്കറിയില്ല, നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല എന്തായാലും. ടേസ്റ്റ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസുകൾ, ഇതാണ് സലാമിക്ക ചിക്കൻ. അതിനകത്തൊരു 3 പീസ് നല്ല വലിയ പീസ് ഉണ്ടായി. ഇതിനകത്തൊരു വലിയ പീസും പിന്നെ 2 ചെറിയ കുഞ്ഞു പീസുകൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ക്വാണ്ടിറ്റിയിൽ നല്ല വ്യത്യാസം.
അതിന് ടേസ്റ്റ് അറിയാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മ മക്കൾക്ക് ബിരിയാണി കൊടുത്ത് അവർ പറഞ്ഞ സൂപ്പറാന്ന് പറഞ്ഞ് കൃഷ്ണന് കൈ കഴുകാണ്ട് ബിരിയാണി അടിക്കാനായിട്ട്. അത് നമ്മുടെ ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് പറൂരാണ്. നോർത്ത് പറൂര് മന്നത്തിനും തത്തപ്പള്ളിക്ക് ഇടയിലാണ് ഈ പറഞ്ഞ സലാമിക്കട കട വരുന്നത്. സലാമിക്കട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആളെ വിളിക്കുക, ബിരിയാണി ഓർഡർ ചെയ്യുക, വരുന്ന് വാങ്ങാൻ സാധിക്കുന്നവർ വന്ന് വാങ്ങിക്കുക, ടേസ്റ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തായാലും നിങ്ങൾ ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ബിരിയാണി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്കയ്ക്കും ഒരു സഹായമാകും. അപ്പോൾ നിങ്ങളിത് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.